ലോക വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ നടത്തിയ ഫ്ലാഷ് മോബും നാടകവും റാലിയും ശ്രദ്ധേയമായി. ശുചിത്വ മിഷന്റെയും നഗരസഭയുടെയും SPC പ്രൊജക്ടിന്റെയും ജനമൈത്രി പോലീസിന്റെയും NSS യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. ശുചിത്വ മിഷൻ കാസർഗോഡ്, കാഞ്ഞങ്ങാട് നഗരസഭ, SPC പ്രൊജക്ട് കാസർഗോഡ്, ജനമൈത്രി പോലീസ് ഹോസ്തൃക്, പടന്നക്കാട് നെഹ്റു കോളേജ് NSS യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കാഞ്ഞങ്ങാട് നഗരത്തിൽ വെച്ച് ലോക വലിച്ചെറിയൽ വിരുദ്ധ വാരം ആചരിച്ചത്. ഇതോടനുബന്ധിച്ച് നടത്തിയ ഫ്ലാഷ് മോബും നാടകവും റാലിയുമെല്ലാം ഏറെ ആകർഷകവും അവബോധം പകരുന്നതുമായി. മക്കളെ ഞാൻ കുറെ കണ്ടതാണ്. അതിപ്പോ എന്ത് ചെയ്യും? വെരി ഗുഡ്. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനം. നിങ്ങൾ ഈ മാലിന്യം എടുക്കവിടുന്ന് നിങ്ങളെ FIR കേസ് അയച്ചു മനസ്സിലായോ? എനിക്ക് മാലിന്യം ഇവിടെ ഇടാൻ പറ്റില്ല. മാലിന്യം നിക്ഷേപിച്ചാൽ 9444 700 എന്ന നമ്പറിൽ വിളിച്ചറിയിക്കേണ്ടതാണ്. അല്ലെങ്കിൽ എമർജൻസി നമ്പർ 112. എല്ലാവരും മനസ്സിലാക്കേണ്ട നമ്പറാണ് 112. കോട്ടച്ചേരിയിലെ ജനസേവാ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതുപോലെ ജില്ലാ ശുചിത്വ മിഷൻ, അതുപോലെ തന്നെ SPC, പോലീസ്, NSS ഒക്കെ ചേർന്നുകൊണ്ട് ഒരേ ലക്ഷ്യം, ഒരേ സന്ദേശം നൽകിക്കൊണ്ടാണ് ഇന്നിവിടെ ഈ ഫ്ലാഷ് മോബും അതുപോലെ തന്നെ റാലിയും ഈ നാടകവും ഒക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരോടും ഒന്ന് തന്നെയാണ് പറയുന്നത്, മാലിന്യങ്ങൾ അത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ മാലിന്യം എന്നുള്ളത് അത് പൊതു ഇടങ്ങളിലേക്ക് വലിച്ചെറിയേണ്ടതല്ല. നമ്മുടെ മണ്ണിനെയും ജലത്തെയും ഒക്കെ മലിനമാക്കിക്കൊണ്ട് അത് ഇനി വരുന്ന തലമുറയ്ക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം നശിപ്പിക്കുന്ന ഒരു പ്രവണത ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് പല പൊതു ഇടങ്ങളും ഇത്തരത്തിൽ മലിനമായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി അത് സ്വയം തോന്നലിൻ്റെയും സ്വയം ബോധവൽക്കരണത്തിൻ്റെയും ഫലമായിട്ട് നടപ്പാക്കുന്നില്ലെങ്കിൽ അവിടെയാണ് നിയമങ്ങൾ അതിൻ്റെ ചുമതല നിർവഹിക്കുക. ചടങ്ങിൽ കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങേത്ത് അധ്യക്ഷനായി. കാസർഗോഡ് ജില്ലാ അഡീഷണൽ SP P ബാലകൃഷ്ണൻ നായർ റാലിയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം ഒരു മാലിന്യത്തെക്കുറിച്ച് അതിൻ്റെ ഒരു ഡീറ്റെയിൽ, ആരാണ് വലിച്ചെറിഞ്ഞവരെ മുഖം വ്യക്തമാകുന്ന ഫോട്ടോ അല്ലെങ്കിൽ വണ്ടിയുടെ നമ്പർ വ്യക്തമാകുന്ന ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു കൊടുത്താൽ ഏറ്റവും കുറഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന 2500 രൂപയാണ്. നിങ്ങൾക്കറിയാം 2500 രൂപ പണിയെടുത്ത് കിട്ടണമെങ്കിൽ 3 ദിവസം 10 മണിക്കൂർ തുടർച്ചയായി പണിയെടുത്താൽ മാത്രമേ ഒരാൾക്ക് 2500 രൂപ കിട്ടുകയുള്ളൂ. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഒരു ഫോട്ടോ എടുത്ത് അയച്ചാൽ 2500 രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു പദ്ധതി കൂടിയാണ് ഇതെന്ന് തോന്നുന്നു. പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ G സുധാകരൻ മുഖ്യാതിഥിയായി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ KV സരസ്വതി, K പ്രഭാവതി, നഗരസഭാ സെക്രട്ടറി N മനോജ്, ഹരിത കേരളം റിസോഴ്സ് പേഴ്സൺ K ബാലചന്ദ്രൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ P ജയൻ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ M സനൽ, NSS പ്രോഗ്രാം ഓഫീസർ ജ്ഞാനേശ്വരി, സോഷ്യൽ പോലീസ് ഡിവിഷൻ കൺവീനർ രാമകൃഷ്ണൻ ചാലിങ്കാൽ, ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി എന്നിവർ സംസാരിച്ചു. ഹോസ്തൃക് ഇൻസ്പെക്ടർ P അജിത് കുമാർ സ്വാഗതവും SPC അഡീഷണൽ നോഡൽ ഓഫീസർ T തമ്പാൻ നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, ഹോസ്തൃക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെയും SPC കേഡറ്റുകൾ, നെഹ്റു കോളേജിലെ NSS വളണ്ടിയർമാർ എന്നിവർ പരിപാടിയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.